ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സേലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുവശാണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മാത്സിന്റെ ചെറിയൊരു ബേസിക് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആംഗിൾസിനെ കുറിച്ചാണ്. ആംഗിൾസിന്റെ ചെറിയ ചെറിയ പേരുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. സോ എന്റെ മക്കൾക്ക് അറിയെങ്കിൽ എന്ത് ചെയ്യുക, മിസ് പറയുമ്പോഴേ ചാറ്റ് ബോക്സിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള കമന്റുകൾ, നിങ്ങൾക്ക് ആംഗിൾസിന്റെ പേരുകൾ അറിയുമെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആംഗിൾസുകൾ സാധാരണ രീതിയിൽ ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ്, നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ സ്കെയിൽ ഉണ്ടാകും, അതുപോലെ കോമ്പസ് ഉണ്ടായിരിക്കും, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടല്ലേ. അതിൽ ഏത് ഐറ്റം വെച്ചിട്ടാണ് സാധാരണ നിങ്ങൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്? യെസ്, നമ്മളുടെ പ്രൊട്രാക്ടർ ആണ്. സോ പ്രൊട്രാക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്യേണ്ട രീതികൾ നമുക്ക് പഠിക്കണം. അതൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടുണ്ടായിരിക്കും. ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മെയിൻ എക്സാമിനും കൃത്യമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ വരുന്ന ചാപ്റ്റേഴ്സുകളായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ നല്ല സീരിയസ് ആയിട്ട് എടുത്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആംഗിൾ, ശരിക്കും പറഞ്ഞാൽ ഒരു ആംഗിൾ, എങ്ങനെയാണ് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ രീതിയിൽ ഒരു ലൈൻ, വെറുതെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോ. ഒരു ലൈന് മറ്റൊരു ലൈനുമായിട്ട് കൂട്ടിമുട്ടുമ്പോഴാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇതേ ഒരു ലൈനിനെ മറ്റൊരു ലൈൻ കൂട്ടിമുട്ടുമ്പോൾ മാത്രമേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ, ഒരു ആംഗിൾ ഉണ്ടാവുന്നുള്ളൂ. സോ ഈ ആംഗിൾ നിങ്ങൾക്ക് എങ്ങനെ മെഷർ ചെയ്യാം? നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ നോക്കണേ, ആംഗിൾ ഇതാണ് മെഷർ ചെയ്യേണ്ടത്. സോ പ്രൊട്രാക്ടർ എവിടെ വെക്കുന്നു എന്നുള്ളതൊക്കെ എന്റെ മക്കൾ ശ്രദ്ധിക്കാം. സോ പ്രൊട്രാക്ടർ വെക്കുക, എന്നിട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മള് 0 മുതൽ ഈ ഒരു ലൈനിലതാ നമ്മളെ പ്രൊട്രാക്ടറിൽ 0 മുതൽ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്ത് തുടങ്ങണം. അപ്പൊ ജസ്റ്റ് ഞാനിത് കൃത്യമായ അളവിൽ വരച്ച ആംഗിൾ ഒന്നും അല്ല. സോ ഇവിടെ 33 ഡിഗ്രിയിലാണ് നമുക്ക് ഇവിടെ ആംഗിൾ മെഷർ ചെയ്യുന്നത്. സോ ആംഗിൾ മെഷർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. സോ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ആംഗിൾസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. കുഞ്ഞി ആംഗിൾ എന്ന് പറയാൻ കാരണം കണ്ടോ, ഇതിന് വാവട്ടം കുറവാ, ചെറിയ ആംഗിൾ അല്ലേടാ, കുഞ്ഞി ആംഗിളാ. അപ്പൊ ഇതുപോലുള്ള കുഞ്ഞി ആംഗിൾസിനും വലിയ ആംഗിളിനും ഒക്കെ ഓരോരോ പേരുകളുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. എന്താ പറയാ, അക്യൂട്ട്. ക്യൂട്ടാണ് ഇത്, അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയാ. ഓക്കെ, ക്യൂട്ട് ആണല്ലേ. നിങ്ങളെ പോലെ ചെറിയ ആംഗിൾ ആണെങ്കിൽ അക്യൂട്ട് ആംഗിൾ. സോ വലിയ ആംഗിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതെ വലിയ ആംഗിൾ ആണ്, വാവട്ടം വലുതാണ് അല്ലെ. അപ്പൊ വലിയ ആംഗിൾ ആണെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അതേ പേര് പോലെ തന്നെ ഉണ്ടായിരിക്കും അല്ലെ. എന്താ പറയാ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നു. സോ ഓരോ ആംഗിളിനും കൃത്യമായിട്ടുള്ള പേരുകളുണ്ട്. കാരണം ഇതിന് വലിയ ആംഗിളാ. നിങ്ങൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കാം, നമുക്കിത് ഇതേപോലെ ആംഗിൾ മെഷർ ചെയ്ത് വരുമ്പോ കണ്ടോ, ആംഗിൾ മെഷർ ചെയ്ത് വരുമ്പോൾ ആംഗിൾ ജസ്റ്റ് കിടക്കുന്നത് എവിടെയാ നോക്കിക്കേ, 138 ഡിഗ്രിയിലാ. വലിയ ആംഗിൾ ആണ് കണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ആംഗിളിനെ നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ് പറയുക. ഒബ്റ്റ്യൂസ് ആംഗിൾ ജസ്റ്റ് ഞാനൊന്ന് മെഷർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചെറുതാണെങ്കിൽ അക്യൂട്ട്, വലുതാണെങ്കിൽ ഒബ്റ്റ്യൂസ്. അതല്ലാതെ നമുക്കൊരു ആംഗിൾ കൂടെ കൃത്യമായിട്ട് പഠിക്കണം. ഇതാണ് 90 ഡിഗ്രി വരുന്ന നമ്മളുടെ ആംഗിൾ. കൃത്യം 90 ഡിഗ്രി ആയിരിക്കും. സോ 90 ഡിഗ്രി വരുന്ന നമ്മളുടെ ആംഗിളിനെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. ഇത് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും അല്ലെ, റൈറ്റ് ആംഗിൾ എന്നാണ് പറയുക. സോ 90 ഡിഗ്രി ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ്. അതിനേക്കാൾ 90 ഡിഗ്രിനേക്കാൾ കുഞ്ഞാണെങ്കിൽ അക്യൂട്ട്, വലുതാണെങ്കിൽ ഒബ്റ്റ്യൂസ്. അപ്പൊ ഇത്തരത്തിൽ 3 ആംഗിളിന്റെ പേരും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. നമുക്ക് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ ഈ പേരുകളൊക്കെ മസ്റ്റ് ആയിട്ടും വേണം. സോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വരുന്ന അടുത്തൊരു സംശയമായിരിക്കും, മിസ്സേ ഇവിടെ ഇപ്പൊ 2 ലൈൻ, ഇപ്പൊ ഞാനിപ്പോ 2 ലൈൻ ഇങ്ങനെ നേരെ വെച്ചു എന്ന് വിചാരിച്ചോ. ഇതേ ഒരു ലൈൻ ഇങ്ങോട്ട്, അടുത്ത ലൈൻ അതിനെ നേരെ തന്നെ വെച്ചു. നമ്മളെ ആംഗിൾ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ ആംഗിൾ ഒന്നുകൂടെ എന്ത് ചെയ്തു, 90 ഡിഗ്രി ആയിട്ട് വന്നു. അപ്പൊ ഇതിങ്ങനെ കുത്തനെ വരും അല്ലെ. ഈ ആംഗിൾ വലുതായാൽ എങ്ങനെ വരുവടാ? യെസ്, ആംഗിൾ വലുതായാൽ കുറച്ചുകൂടി ഇങ്ങോട്ട് വരും ഇല്ലേടാ. ഈ ആംഗിൾ വലുതായി ഈ ലൈനിന് സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ, 2 ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ചതെങ്കിൽ എനിക്ക് ഈ ലൈനിന്റെ ടോട്ടൽ ആയിട്ടുള്ള ആംഗിൾ എത്രയാണ് എന്ന് അറിയണമെന്നുണ്ടായിരുന്നു. സോ ഇതിന്റെ ആൻസർ നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. സോ ആൻസർ ഞാൻ എന്തായാലും ചാറ്റ് ബോക്സിൽ നോക്കും. നിങ്ങൾ എത്ര പേര് കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞു എന്ന് എനിക്ക് നോക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നേ പഠിക്കണം കേട്ടോ. അതൊക്കെ ആയിട്ട് മിസ് ഇനിയും അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.